ഓണത്തിന് കസിൻസൊക്കെ വീട്ടിൽ വന്നപ്പോൾ പെട്ടെന്ന് ഡിസൈഡ് ചെയ്തൊരു പ്ലാനായിരുന്നു തഞ്ചാവൂർ പോകണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ 4:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് വീട്ടിൽ പോലും പറയാൻ പറ്റിയില്ല. ഞങ്ങൾ ആക്ച്വലി പോയത് പാലക്കാട് കോയമ്പത്തൂർ ത്രൂ ആണ്. ബിക്കോസ് അത്യാവശ്യം ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ലോങ് ഡ്രൈവ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് കറങ്ങിയാണ് ഞങ്ങൾ തഞ്ചാവൂർ എത്തിയത്. സോ ഇവരാണ് മൈ ഡിയർ കസിൻസ്. ദിസ് ഇസ് മുത്തു. ബാക്കിലിരിക്കുന്നത് ഇത്തോ ചേട്ടൻ. സ്മൂത്ത് റോഡായിരുന്നു കേട്ടോ. ലൈക്ക് ഡ്രൈവൊക്കെ നൈസായിരുന്നു. അത്യാവശ്യം രാവിലത്തെ സൺറൈസൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്തിയിരിക്കുകയാണ്. പാലക്കാട് എത്തിയപ്പോൾ പിന്നെ പറയണ്ടല്ലോ, അടിപൊളി വ്യൂസാണ് രണ്ട് സൈഡിലും. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഓൺ ദ വേ ടു കോയമ്പത്തൂർ. തമിഴ്നാട് ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, 100 110 ഇന്ന് തന്നെ പോവാം. ബിക്കോസ് റോഡ് ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. ലൈക്ക് വീഡിയോ എടുക്കാൻ തന്നെ ഭയങ്കര ഒരു ഭംഗിയാണ്. ഇപ്പോൾ കൊള്ളാട്ടോ, നോക്കി ഹൈറ്റ് സെറ്റാണ്. ലഞ്ച് ഞങ്ങൾ ഈ ഒരു കേരള ഫുഡ് ഹബ് എന്നുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത്. ഓക്കെ ഫുഡായിരുന്നു. ഇറ്റ് വാസ് നിയർ തിരുവേരമ്പൂർ, അങ്ങനെ എന്തായിരുന്നു സ്ഥലത്തിൻ്റെ പേര്. സോ ഫൈനലി ഒരു 4 o'clock ഒക്കെ ആയപ്പോൾ ഞങ്ങൾ തഞ്ചാവൂരെത്തി. ഫസ്റ്റ് വ്യൂ തന്നെ കണ്ടത് അവിടുത്തെ ആ ടെമ്പിളിൻ്റെ ആ ഗോപുരമായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ വി വർ ജസ്റ്റ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എങ്ങനെയെങ്കിലും നേരെ പോയൊരു ഹോട്ടൽ കണ്ടുപിടിക്കുക, ഫ്രഷ് ആവുക, അമ്പലത്തിൽ പോവുക. അതായിരുന്നു ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ. പോകുന്ന വഴി മുത്തുക്കുട്ടൻ്റെ നല്ല തള്ളലുണ്ടായിരുന്നു അമ്പലത്തെക്കുറിച്ച്. അത് നോക്കി കേൾക്കാം. ചോളരാജൻ ആർക്കിടെക്റ്റിനോട് ചോദിക്കും ഇതിങ്ങനെയല്ല നാച്ചുറൽ കലാമിറ്റി അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞത് വീട് പോകുമെന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയും ഇതിൻ്റെ നിഴല് പോലും താഴത്ത് പതിക്കില്ല രാജാവ്. ഈ ഒരു ശ്രീരത്ന ടെമ്പിൾ വ്യൂ എന്നുള്ളൊരു ഹോട്ടലിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്യായിരുന്നു. മാറിക്കാൻ വരുവാണേ. ഇതാണ് ഞങ്ങളുടെ റൂം വരുന്നത്. ലൈക്ക് 3 പേർക്കും കൂടെ ഞങ്ങളൊരു റൂമാണ് എടുത്തത്. ഒരു സിംഗിൾ കോട്ടും ഒരു ഡബിൾ കോട്ടും ഉണ്ട്. 2500 ആണ് റേറ്റ് വരുന്നത്. പിന്നെ ഒരു ബാൽക്കണി വരുന്നുണ്ട്. എവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടെമ്പിള് കാണാം. ഇതാണ് ടെമ്പിള്. സോ ഞങ്ങൾ നേരെ ഫ്രഷായി അമ്പലത്തിലേക്ക് ചെന്നു. ഈവനിങ് ആയത് കാരണം അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ 2 പ്രധാന കവാടങ്ങളാണുള്ളത്. അത് 2 ഭയങ്കര വലിയ കവാടങ്ങളാണ്. അതുപോലെ തന്നെ കൊത്തുപണികളും കൊണ്ട് അത് നിറഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ കവാടം കഴിഞ്ഞ് വലതുവശത്ത് നിങ്ങൾക്കൊരു ക്ലോക്ക് റൂം ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ചെരുപ്പും മറ്റ് സാധനങ്ങളൊക്കെ വെക്കാം. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഫോണ് കൊണ്ടുപോകാം. ഷൂട്ട് ചെയ്യുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അങ്ങനെ 2ാമത്തെ കവാടവും കടന്ന് നമ്മൾ ചെന്നെത്തുന്നത് അതിവിശാലമായ ക്ഷേത്രാങ്കണത്തിലേക്കാണ്. ഇവിടെ നമുക്ക് ഒറ്റക്കല്ലിൽ തീർത്ത് നന്ദീശില്പവും കാണാൻ പറ്റും. ഇനി കുറച്ച് ഹിസ്റ്ററി ആയാലോ. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ നഗരത്തിലാണ് പ്രശസ്തമായ ഈ ഒരു ബൃഹദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1000 വർഷം പഴക്കമുള്ള ബൃഹദീശ്വര ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പൂർണ്ണമായും കരിങ്കല്ലിൽ, അതായത് ഗ്രാനൈറ്റിൽ തീർത്ത ലോകത്തിലെ ഏക ക്ഷേത്രമാണിത്. ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. തിരുവുടയാർ കോവിൽ, പെരിയ കോവിൽ, രാജരാജേശ്വരം കോവിലെന്നും ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ക്ഷേത്രത്തിന് 216 അടി ഉയരമുണ്ട്. അതുപോലെ തന്നെ 14 നിലകളുമുണ്ട്. 12 വർഷം കൊണ്ടാണ് അത്ര ഇതിൻ്റെ പണി തീർത്തത്. രാത്രി ഈ ഒരു ക്ഷേത്രം കാണാൻ പ്രത്യേക ഭംഗിയാണ്. അതുപോലെ തന്നെ നല്ല കാറ്റുമുണ്ട്. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ക്ഷേത്രം അടയ്ക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. പിന്നീട് ഒരു സുവനീർ ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ വില കാരണം ഒന്നും വാങ്ങിയില്ല. അവിടെ ഏറ്റവും ഫേമസ് ആണ് തഞ്ചാവൂർ ബൊമ്മകൾ. അതൊരെണ്ണം വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ വീണ്ടും രാവിലെ 6 മണിക്ക് എണീറ്റ് ക്ഷേത്രത്തിലേക്ക് പോയി. തിരക്കൊന്നും ഇല്ലാണ്ട് ഒന്ന് ക്ഷേത്രം കാണണം എന്ന് നല്ല ആഗ്രഹമുണ്ടായി. അങ്ങനെ പോയതാണ്. ഈ ഒരു ക്ഷേത്രം കാണണം എന്നുള്ളവർ കഴിവതും രാവിലെ തന്നെ പോകാൻ നോക്കുക. കാരണം ഉച്ചയായി കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും. ആ ഒരു കല്ലിലൂടെ നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ സന്ധ്യാസമയത്ത് പോവാം. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി കുറച്ചധികം മിത്തുകളുണ്ട്. അതിലൊന്നാണ് അധികാരത്തിലുള്ളവർ ഈ ക്ഷേത്രത്തിലെത്തിയാൽ അധികാരം നഷ്ടപ്പെടും എന്നിവിടെ നാട്ടുകാർ പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ
പ്രണയിക്കുന്നവർ രണ്ടുപേരും ഒരുമിച്ചല്ലാതെ ഒരാൾ മാത്രം ഇവിടെ എത്തിയാലും ആ പ്രണയം തകരുമെന്നും പറയപ്പെടുന്നു. എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് 18 ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്തിരൈ ബ്രഹ്മോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. അതുപോലെ തന്നെ ശിവരാത്രി, നവരാത്രി, അങ്ങനെ അഷ്ടമി, പൗർണമി എല്ലാം ഇവിടെ വിശേഷ ദിവസങ്ങളാണ്. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും പിന്നീട് 4 മുതൽ വൈകിട്ട് 8:30 വരെയുമാണ് ഇവിടുത്തെ സന്ദർശന സമയം. തഞ്ചാവൂരിലെ വിശേഷങ്ങൾ ഇവിടെ തീരാണ് കേട്ടോ.